ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി ജില്ലയിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടതായിരുന്നു. ഒന്ന്, കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാകുക എന്ന ദേശീയ രാഷ്ട്രീയം. ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഒട്ടേറെ വ്യത്യസ്തമായ പ്രശ്നങ്ങളുള്ള മണ്ഡലമാണ് ഇടുക്കി മണ്ഡലം. ഒന്ന്, വന്യജീവിയുടെ ആക്രമണത്തിൽ നേരിടുന്ന ജനത. 2, വനഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. 3, വികസനത്തിൻ്റേതായ രാഷ്ട്രീയം. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് നിത്യജീവിതത്തിന് അവന് ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒന്ന്, എം പിമാരെ സംബന്ധിച്ച പ്രവർത്തനത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഒരു താരതമ്യ പഠനം തന്നെ നടത്തി. 2014 മുതൽ 19 വരെയുള്ള 5 വർഷക്കാലം ജോയിസിൻ്റെ പ്രവർത്തനവും 19 മുതൽ 24 വരെയുള്ള ഡി എൻ കുര്യാക്കോസിൻ്റെ പ്രവർത്തനം. ഡി എൻ കുര്യാക്കോസ് 4,11,00,000 രൂപ ചെലവഴിച്ചില്ല എന്ന് ഞങ്ങളുടെ വാദം. അദ്ദേഹം കളക്ടർക്ക് പെറ്റീഷൻ കൊടുത്തു, വ്യാജ പ്രചരണം നടത്തുന്നു. കളക്ടർ എനിക്ക് തന്നെ തന്ന മറുപടിയിൽ പറഞ്ഞത് 3,88,00,000 രൂപ അദ്ദേഹം ചെലവഴിക്കാനുണ്ട്, അതുകൊണ്ട് 4,11,00,000 എന്ന് പറയുന്ന കണക്ക് തെറ്റാണ്. അപ്പോൾ അത് അവർക്ക് തന്നെ വിനയായി, കാരണം യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു മികവിൻ്റെ എം പിമാരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് 10 വർഷക്കാലം ഉള്ള മികവിൻ്റെ സ്ഥിതി പരിശോധിച്ചാലും അത് ജോയിസ് ജോർജിനാണ് 100% മാർക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ജനങ്ങൾ അങ്ങനൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. വനഭൂമിയും വന്യജീവിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനകത്ത് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഡി എൻ കുര്യാക്കോസ് നടത്തിയിട്ടുള്ളതെല്ലാം വോട്ട് തട്ടാൻ വേണ്ടിയുള്ള തരം താഴ്ന്ന രാഷ്ട്രീയമാണ് എന്ന് ജനങ്ങൾ കണ്ടു. കാരണം വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക. വന്യജീവികൾക്ക് മനുഷ്യന് കൊടുക്കേണ്ട എല്ലാ പരിരക്ഷയും കൊടുക്കണമെന്നുള്ളതാണ്. ആ പ്രമേയം അവിടെ അംഗീകരിച്ച് പ്രകടന പത്രികയ്ക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് കാഞ്ഞിരവേലി വന്ന് ആനയൗട്ടിക്കൊന്ന വീട്ടമ്മയുടെ മൃതശരീരം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നു. ഇതെല്ലാം വഞ്ചനയുടെ രാഷ്ട്രീയമാണെന്ന് ജനങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് ജനങ്ങൾ നന്നായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായി നിലപാടെടുത്തു. മറ്റൊരു മേഖല കോൺഗ്രസ് ആഗ്രഹിച്ചത് ജില്ലയിലൊരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഒട്ടേറെ പ്രദേശങ്ങളിൽ ഇപ്പോൾ കദനാപ്പാറ അങ്ങനെ നിരവധിയായ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ വ്യാപകമായ ബോർഡുകളും ഫ്ലക്സുകളും തകർത്തു. നിങ്ങൾ തന്നെ കണ്ടതാണ്. സന്ദീപ് തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവർ ധരിപ്പിച്ചോട്ടെ, അത് വേറെ വെച്ചാൽ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടുക്കി ജില്ലയിൽ ഒരു സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഒരു മുട്ടുസൂചി വീഴുന്ന സംഘർഷം ജില്ലയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ നല്ലപോലെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് നല്ല ആത്മസമീപനം ഞങ്ങളുടെ ജനങ്ങൾ പാലിച്ചു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കേളികെട്ട് നടത്താനാണ് ഇന്നലെ താന്നിക്കണ്ടത്ത് താന്നിമൂട്ടിൽ ഒരു എം പിയുടെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വം നടത്തിയ പരിശ്രമം. ഇതിനെ ഒന്നും ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുക എന്ന നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് ഏറ്റവും സമാധാനപരമായ ഇലക്ഷൻ, ഒരു പ്രദേശത്ത് ഞാനൊരു സംഘർഷം ഉണ്ടാക്കാത്ത അങ്ങേയറ്റം സമാധാനപരം. കോൺഗ്രസ് അതാണ് ആഗ്രഹിച്ചത്, സംഘർഷത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഏതെല്ലാം പ്രദേശത്ത് പ്രകോപനം ഉണ്ടാക്കിയാൽ ആ പ്രകോപനത്തിനെതിരായുള്ള സമീപനം സ്വീകരിക്കുക. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുക. ജനങ്ങളെ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങളിൽ ആകർഷകരാക്കി അവരെ അണിനിരത്തുക എന്ന സമീപനമാണ് സ്വീകരിച്ചത്. ആ കാര്യത്തിൽ ഞങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. UDFൻ്റെ വലിയ നിലയിലോട്ട് മരവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മരവിച്ചു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ വോട്ട് ചെയ്യാതിരിക്കുന്ന സമയം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. എണ്ണിപ്പിറക്കി ഞങ്ങളുടെ വോട്ട് ചെയ്യാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജോയിസ് ജോർജ് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഈ ജില്ലയുടെ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്നു. ഏറ്റവും അവസാനമായി ബഹുമാന്യ ആദരണീയനായ ഇടുക്കി ബിഷപ്പ് നടത്തിയ പരാമർശം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാന ജില്ലയ്ക്ക് വേണ്ടി വാദിക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രശ്നം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തതീതമായി നിയമസഭ ഏകണ്ഠമായി പാസ്സാക്കിയതാണ് ഭൂവിനിയോഗ നിയമം. ആ ഒപ്പിടാത്ത ഗവർണർക്ക് സംരക്ഷണം കൊടുക്കണം. ഗവർണർ എടുക്കുന്ന നിലപാടാണ് ശരിയെന്നാണ് ഡി എൻ കുര്യാക്കോസ് വാദിച്ചത്. കോൺഗ്രസിൻ്റെ 41 MLA-മാരോട് ഉൾപ്പെടെ ഇരുന്ന് ഏകണ്ഠമായി പാസ്സാക്കി അതിനെതിർത്തു. അവിടെ സ്വാഭാവികമായും UDFൻ്റെ പ്രചരണ ആയുധങ്ങളെല്ലാം തന്നെ പാളിപ്പോയിട്ടുണ്ട്.
ഞങ്ങൾക്ക് ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല ശുഭാപ്തി വിശ്വാസമാണുള്ളത്.